ദാനം ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണെന്ന് നമ്മളുടെ ഋഷി പരമ്പര നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്, അർഹമായ കൈകൾക്ക് മാത്രമേ ദാനം കൊടുക്കാവൂ എന്ന്. ഒരാളെ ചീത്തയാക്കാനും ദാനം കൊടുക്കാം, നന്നാക്കാനും ദാനം കൊടുക്കാം. ചീത്തയാക്കാനാണ് നമ്മൾ ഇന്ന് പലരും ഈ ദാനം കൊടുക്കുന്നത്. അതായത് ക്ഷേത്രങ്ങൾ കൊടുക്കുക, പൊന്നു പൂശാൻ വേണ്ടി, അതായത് കൊടിമരം പൊന്നു പൂശാൻ വേണ്ടിയിട്ട്, ക്ഷേത്ര നട പൊന്നു പൂശാൻ വേണ്ടിയിട്ട്, സ്വർണ്ണത്താടിയെക്കൂടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, സ്വർണത്തിൻ്റെ അലങ്കാരം ധാരാളം ചെയ്യാൻ വേണ്ടിയിട്ട്, കിരീടങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ആനയെ കൊടുക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലേക്ക്. ഒരാനയ്ക്ക് 1 കോടി രൂപയെങ്കിലും വരും വില. അതൊക്കെ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ആർക്ക് പ്രയോജനം? വളരെ മര്യാദക്കാരും നല്ലവരുമായ കമ്മിറ്റി അംഗങ്ങളെ ചീത്തയാക്കാനാണ് ഇത് ഉപകരിക്കുന്നത്. നമ്മൾ നല്ലതോ ചീത്തയോ ചെയ്തത്? പുണ്യകർമ്മമാണോ ചെയ്തത്? ദാനം ചെയ്യുന്നത്? ക്ഷേത്രങ്ങൾക്ക് ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? സാമാന്യ ബുദ്ധി ഒന്ന് പ്രവർത്തിപ്പിച്ചുകൂടെ? ദൈവത്തിന് എന്തിനാ ധനം? നമ്മൾക്കെല്ലാം തരുന്ന, എല്ലാത്തിനും പ്രപഞ്ചത്തിൻ്റെ അധികാരിയായി ദൈവത്തിനുണ്ട്. ഒരു സ്വർണ്ണക്കിരീടം കൊടുത്തു വശത്താക്കാൻ ശ്രമിക്കുകയാണോ? എന്തൊരു വിഡിതമായി കാണിക്കുന്നത്! ഋഷികൾ ഇതാണോ ഉദ്ദേശിച്ചത്? അർഹമായ സ്ഥാനത്ത് വേണം ദാനം ചെയ്യാനെന്ന. ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ഒന്ന് കരകയറാൻ വേണ്ടിയുള്ള സഹായമാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നും കൊടുക്കാനല്ല, എന്നും ദാനം കൊടുക്കാൻ ആരും പറയുന്നില്ല. എന്നാൽ പിന്നെ ഒന്നും വേണ്ടാത്തവനായിട്ട് ദൈവം അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ മനുഷ്യനെ? അതല്ലല്ലോ, എല്ലാം കൂടിയേ കഴിയുള്ളൂ. ഒരു ദിവസം പോലും ഭക്ഷണമില്ലാതെ പറ്റുകയില്ല. സുഖഭോഗ വസ്തുക്കളിലുള്ള, ആഡംബരത്തിലുള്ള ഒക്കെ താല്പര്യം എല്ലാ മനുഷ്യനുമുണ്ട്. ഈ മനുഷ്യനെ എത്ര കിട്ടിയാലും മതി വരികയില്ല. മോഷ്ടിക്കാൻ അവസരം കിട്ടിയാൽ മോഷ്ടിക്കും, എത്ര നല്ലവനും മോഷ്ടിക്കും. ഇതൊക്കെ അറിയാവുന്ന യോഗികളാണ് എഴുതി വച്ചിരിക്കുന്നത്. അർഹമായ സ്ഥാനത്ത് മാത്രമേ ദാനം ചെയ്യാവൂ എന്ന്. ക്ഷേത്രങ്ങൾ കൊണ്ട് ദാനം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ വലിയ ആൾക്കാർക്ക് നമ്മൾ ദാനം കൊടുക്കുമോ? അവർ വാങ്ങുമോ? അവരെ കളിയാക്കലല്ലേ ചെയ്യുന്നത്? അത് അവർ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമോ? ഈശ്വരനാണോ നമ്മൾ ദാനം ചെയ്യുന്നത്? ക്ഷേത്രം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് മറ്റാവശ്യങ്ങളാണ്. ദൈവം അവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അത് നമ്മളവിടെ പോകുന്നത്. അവിടെ പ്രപഞ്ച ഊർജം കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. മന്ത്രതന്ത്രാദികളിലൂടെ, നിഷ്ഠകളിലൂടെ അവിടെ സംഭരിച്ചിരിക്കുന്ന ജൈവോർജം, പ്രാണൻ, പ്രപഞ്ച നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമുള്ള ഊർജം അവിടെ നിലനിൽക്കുന്നു. അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. അവിടെ സ്വർണത്തിൻ്റെയോ ധനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ആ ക്ഷേത്രം നടന്നു പോകണം, മെയിൻ്റനൻസ് വേണം ക്ഷേത്രത്തിന്. പൂജാതി കർമ്മങ്ങൾ നിത്യേന ചെയ്യേണ്ടതുണ്ട് ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അതിനൊക്കെ ആവശ്യമുള്ള ധനം, അത് ചെയ്യുന്ന ആളിന് ശമ്പളം കൊടുക്കണം. അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ കൊണ്ട് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന മഠത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ നന്മയല്ല ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് പാപകർമ്മമാണ്. മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ കള്ളനാക്കാൻ വേണ്ടിയുള്ളൊരു കരുതിക്കൂട്ട ഒരു ഒരു വഴിവഴപ്പിക്കലാക്കാൻ സംഭവിക്കുന്നത്. അത് പരക്കെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. ഇവിടെ ഈ പട്ടിണി കിടക്കുന്നവർ, ജീവിത ചിലവ്, കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ ഹിന്ദുക്കൾ ഇവിടെ ഈ നാട്ടിലുണ്ട്. അവരുടെ ഉന്നമനത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെങ്കിൽ, ഈ 1 കോടി രൂപയുടെ ആനയെ കൊടുക്കുന്നതിന് പകരം അതിൽ 1 കോടിയല്ല, അതിൽ കൂടിയ വില ആനയുണ്ട്. മിനിമം 50 ലക്ഷത്തിൻ്റെ ആനയൊക്കെയാണ് മിനിമം. അത്രയും ഒരു 15 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഒരു നാടിൻ്റെ വികസനത്തിന്, വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് കാരണമാവും. മുന്നോട്ട് പഠിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട്
ചില കുട്ടികൾ വീടുകൾ പഠിക്കുക, തയ്യൽ പഠിക്കുക, സോപ്പ് നിർമ്മാണ കമ്പനിയിൽ ഈ കെമിക്കൽസ് കുഴയ്ക്കാൻ നിൽക്കുക, ഐസ്ക്രീം ഉണ്ടാക്കുന്നിടത്ത് ഫാക്ടറിയിൽ പോയി നിൽക്കുക തുച്ഛമായ ശമ്പളത്തിന്. ഇവർക്ക് ഉതകുന്ന രീതിയിൽ ഒരു പൊതുവായിട്ടൊരു ട്രസ്റ്റ് ഉപയോഗിച്ചൊരു പ്രസ്ഥാനം, ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു 100 പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ പാവങ്ങളായ മനുഷ്യർ അവർക്ക് ഉദ്ധാരണം, അവരിതിന് കാരണമായ ആളിനെ മനസ്സിൽ തന്നെ എപ്പോഴും ധ്യാനിക്കും. അവർ ഓർമ്മ വരും, ഇന്ന ആൾ മുഖേനയാണ് എനിക്ക് ഈ ജീവിത സൗകര്യം ഉണ്ടായെന്നുള്ളത്. അതാണ് ഈശ്വരാനുഗ്രഹം, അതാണ് പുണ്യം. അല്ല അമ്പലത്തിൽ കൊണ്ട് ആനയെ കൊടുക്കുന്നതാണോ? ഗുരുവായൂരൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ആനയെ. 1 കോടി രൂപയൊക്കെ ആനയെ കൊണ്ട് അവിടെ കൊടുത്താൽ അവിടെ അതിനെ തീറ്റി പോറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ദാനം ചെയ്യുന്നവർ ഒരു കാര്യം കൂടി ചെയ്യണം, അതിൻ്റെ ജീവിതകാലത്തേക്ക് ആവശ്യമുള്ള പനമ്പട്ടയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമുള്ള പണം കൂടി മുൻകൂട്ടി അടയ്ക്കണം. ഇതുപോലെ എല്ലാ ക്ഷേത്രത്തിലും ദാനങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഈ അന്നദാനം അത് കുറേയെങ്കിലും ഗുണം ചെയ്യും. അതും വന്ന് കഴിച്ചിട്ട് പോകുന്ന പാവങ്ങളല്ല, അതും നല്ല ജീവിക്കാൻ ചുറ്റുമുള്ള വീട്ടിലെ ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. സമൃദ്ധമായ സദ്യ കിട്ടുമല്ലേ, അതിനു വേണ്ടിയിട്ട് വരും. തന്നെയല്ല ക്ഷേത്രത്തിൽ നടത്തി പിന്നെ അതൊക്കെ കുറേ ഗുണം ചെയ്യും, പ്രയോജനമുണ്ട്. പക്ഷെ ശരിയായ പുണ്യം കിട്ടുന്നത് ഒരു ഫാക്ടറി, ഒരു തൊഴിൽശാല, ഒരു നിർമ്മാണം, ഒരു വ്യവസായം, 15 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി അത് ഈ ആളുടെ പേരിലാവണം, ഈ മുടക്കുന്ന ആളുടെ പേരിൽ. ആ 10 വീട്ടുകാർ 4 പേരുള്ള വീടാണെങ്കിൽ 10 40 പേരുടെ അനുഗ്രഹം, അതാണ് ഈശ്വരാനുഗ്രഹം. മനുഷ്യൻ തന്നെയാണ് ഈശ്വരൻ. മനുഷ്യൻ മനസ്സാ അനുഗ്രഹിച്ചാൽ മതി. ഒരാളിൽ നിന്ന് നന്മ ചിന്തിക്കാതിരിക്കുകയില്ല. ഒരാളിൽ നിന്ന് ഗുണം കിട്ടിയാൽ ജീവിതം മുഴുവൻ അതാണ്. ചില അവസരങ്ങളിൽ ചിലപ്പം ചില ആൾക്കാർ മറന്ന് അതിനെ നമ്മൾ നന്ദികേടെന്നൊക്കെ പറയും. അതൊന്നും പറയേണ്ട കാര്യമില്ല. അത് ആ നിമിഷം പറ്റുന്ന അബദ്ധമാണ്, ഓർമ്മിച്ചതാണ്. എല്ലാ മനുഷ്യനും നല്ല വരവ് സഹായിച്ചാൽ തിരിഞ്ഞു കുത്തുകയൊന്നുമില്ല. അത് അവനവൻ്റെ കാര്യം നോക്കി നിന്നോണം. പക്ഷെ സഹായം ഈ ഈ പുണ്യകർമ്മമെന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്യലല്ല. ദാനം ചെയ്തോളൂ, 1 രൂപ അവിടെ കൊണ്ട് കാണിക്കിടാം, അവിടുത്തെ ഒരു വഴിപാട് കഴിക്കാം. അവിടുത്തെ പ്രസാദം നല്ല കുപ്പി ഗ്ലാസ്സിലാണ് കൊടുക്കുന്നതെങ്കിൽ, കുപ്പി ഭരണിയില്ല, കുപ്പി കണ്ടെയ്നറിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ വാങ്ങണം. പ്ലാസ്റ്റിക്കിലാണെങ്കിൽ അത് വാങ്ങുകയും ചെയ്യല്ലേ, പണം കൊടുക്കണം. നമുക്കൊന്നും വാങ്ങാൻ പോകണ്ട. ഇതൊന്നും പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഉണ്ടാക്കുന്ന പ്രസാദമൊന്നും കഴിക്കാൻ കൊള്ളുകയില്ല, പോയിസനാണ്. ആ ദൂരവ്യാപകമായ 50 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ പോയിസൺ ശരീരത്തിൽ നിൽക്കും. പ്ലാസ്റ്റിക് ടിന്നിനകത്ത് കഴിക്കാനുള്ളതിനെ ഉണ്ടാക്കി കൊടുത്താൽ. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ പോലും ദോഷമാണ്. ഒരാഴ്ചത്തേക്കൊന്നും വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അതല്ല വേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ തൊഴിലെങ്കിൽ ഒരു സഹായം ഒരാൾക്ക് ചെയ്യുക, നേരിട്ട് ചെയ്യുക, ആളുടെ പേരിൽ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സംഭവം ക്ഷേത്രത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവർ മുഖേന ഇത് ചെയ്യുക. ആ ട്രസ്റ്റ് ആകുമ്പം 25 പേരെങ്കിലും അത് കാണണം കമ്മിറ്റി. അത് ആ 25 പേരും അറിഞ്ഞ് വേണം കൊടുക്കാൻ. അത് ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്ക് വേണം, ഓഡിറ്റ് ചെയ്യണം ആണ്ടുതോറും. ഒരു വിട്ടുവീഴ്ചയില്ല. അതിൽ അധികാരം ഈ കൊടുത്തയാളിനുണ്ട്, ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ പണം കൊടുത്ത ആളിന്. അല്ല ചുമ്മാ കൊണ്ട് അമ്പലത്തിലിട്ടേക്ക് പോകുന്നത് ഏത് കാലത്ത് സംസ്കാരമല്ലേ? കൊടുത്തോ, 1 രൂപ കൊടുക്ക്, അല്ലെങ്കിൽ 10 രൂപ കൊടുക്ക്, അല്ലെങ്കിൽ അത് വലിയ ആയിട്ടെന്നെ കൊടുക്കാനാണെന്ന് തോന്നിയാൽ 100 രൂപ കൊടുക്ക്. അതിൽ കൂടുതൽ അമ്പലത്തിൽ കൊടുക്കാനാ. ഉത്സവം നടക്കാൻ ഒരു കമ്പനി, ഉത്സവം അമ്പലത്തിൽ വേണമല്ലോ, അതിനൊരു സംഭാവന ചെയ്തു. അത് ഉത്സവം നടത്താനാ. അവിടെ കണ്ട ആനയെ വാങ്ങിച്ചു കൊടുക്കാനും, സ്വർണ്ണമണി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അമ്പലത്തിൽ കൊടുക്കാനും, കൊടിമരം സ്വർണം പൂശാനും, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പണം മുടക്കുന്നത് വിഡിത്തം തന്നെയാണ്.
മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ഇറങ്ങുന്ന ചില ആൾക്കാരത്. ഒരു പുണ്യം കിട്ടുകയില്ല, പാപം കിട്ടുകയും ചെയ്യും. ക്ഷേത്രത്തിൽ വന്നതൊക്കെ ആ ക്ഷേത്രത്തിൽ വരുന്നവരുടെ ആ ഹിന്ദുക്കളുടെ സ്വത്താണെന്ന് ഹിന്ദുക്കൾ മൊത്തം വിചാരിക്കുന്നുണ്ട്. അതും ആര് പൊട്ടിച്ചാലും ഹിന്ദുക്കൾക്കെല്ലാം വേദനിക്കും. അവർക്കൊരാൾ സംഭാവന ചെയ്തതാണത്. അതും വേദിച്ചിട്ടൊന്നും കാര്യമില്ല, പോയത് തന്നെ. ഒരു വ്യക്തിക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. അതാരും അറിയാതെ ചെയ്യല്ലേ. ആരും അറിയാതെ ചെയ്യണമെങ്കിൽ വ്യക്തി കൊടുക്കണം, കുടുംബത്തിന് വ്യക്തി കൊടുക്കാം. അല്ലാതെ നമ്മൾ മറ്റൊരാൾ മുഖേന ചെയ്യുമ്പം ക്ഷേത്രത്തിലെ ഒരു ട്രസ്റ്റാണ് ഒരാൾക്ക് ഒരു ഫാക്ടറി തുടങ്ങുന്നെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ എല്ലാ അംഗങ്ങളും അറിഞ്ഞു കൊടുക്കണം തുക. കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും നിർമ്മാണം വീട്ടിൽ അമ്പലത്തിന് ആവശ്യമുള്ള അഷ്ടഗന്ധം ഉണ്ടാക്കാൻ, എണ്ണ ഉണ്ടാക്കാൻ, അമ്പലത്തിന് ആവശ്യമുള്ള എണ്ണ ഉണ്ടാക്കാൻ, സാമ്പ്രാണി ഉണ്ടാക്കാൻ, ഇതിനൊക്കെയുള്ള മെറ്റീരിയൽസ് വിൽക്കും, ഇഷ്ടം പോലെ കിട്ടും. ഈ ആമസോൺ വിലൊക്കെ വിൽക്കുന്നുണ്ട്. അതെല്ലാം കിട്ടും. എല്ലാ ഉൽപ്പന്നങ്ങളും ചെറിയ രീതിയിലും ഉണ്ടാക്കാം. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. ഒരു ഇലക്ട്രോണിക് സർവീസിങ് സെൻറ്റർ ആരംഭിക്കാവുന്നതാണ് ഒരു ട്രസ്റ്റിൻ്റെ മുഖേനയായിട്ട്. അതിനുള്ള തുക കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതെന്ത് ഗുണമാണ്. മനുഷ്യന് സഹായമാകുന്ന എന്തെങ്കിലും ഒന്ന്. കൊടിമരുന്ന് സ്വർണം പൂശേണ്ട ആവശ്യമാണെങ്കിൽ ഒരു നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പിരിവെടുത്ത് നടത്തട്ടെ. അതിൽ നമ്മുടെ സംഭാവന കൊടുക്കുക. കൂടുതൽ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കൂടെ പ്രയോജനപ്പെടണം. ക്ഷേത്രം പുരോഗമിക്കണം, അത് നിലനിൽക്കണം, പുരോഗതി വേണം താനും. അതിൽ കവിഞ്ഞ പണം കൊണ്ട് അമ്പലത്തിൽ ഏൽപ്പിച്ചാൽ അത് അവിടെ മര്യാദയ്ക്ക് അവിടുത്തെ ഭരണസമിതിയിൽ കള്ളന്മാരെ ഉണ്ടാക്കുന്നതിന് കാരണമാണ്. അത് പരക്കെ കാണുന്നില്ല ഈ പ്രശ്നം. ദയവായിട്ട് ഹിന്ദുക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ആരെങ്കിലും പുണ്യം കിട്ടാനാണെങ്കിൽ മനുഷ്യനെ സഹായിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ സഹായിക്കുക. ഒരു തൊഴിൽശാല തുടങ്ങിയിട്ട് അവന് ജോലി കൊടുക്കുക. അവന് ചെറിയ ജോലിയെങ്കിലും കൊടുക്കുക. ഇത്ര ചെറിയ ജോലി ചെയ്യാനും ആളിനെ കിട്ടും. ബുദ്ധിമുട്ടാണ് മനുഷ്യന്. അഭിമാന ബോധം അധികമായതുകൊണ്ട്, ഹിന്ദുവിനെ അഭിമാനബോധിച്ച കൂടുതലായതുകൊണ്ട് അവൻ പുറത്ത് പറയാത്തതാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഒരു നല്ല പങ്കും. നിത്യവൃത്തി കഴിയാൻ ബുദ്ധിമുട്ടുന്നു. ഈ നാട്ടിലാണ് അമ്പലത്തിൽ കൊണ്ട് ആനയെ സമർപ്പിക്കുന്നത്. ആ തുക അകത്തേക്ക് കൊടുക്കണേ, അതുകൊണ്ടൊരു കൊച്ചു യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ആ 1 കോടി രൂപ കൊണ്ട് തന്നെ ചെയ്യാവുന്ന പണിയുണ്ട്. ഒരു 100 പേർക്ക് ന്യായമായ ഒരു ശമ്പളം, വലിയ ഉദ്യോഗമൊന്നും അല്ലെങ്കിലും അത് ചെയ്യാൻ ആളുണ്ട്. ഇവിടെ സോഡാക്കുപ്പി നിറയ്ക്കുന്നിടത്ത് എത്ര പേരാ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. സോഡാക്കുപ്പി നിറയ്ക്കാൻ ഒരു ജോലി കിട്ടാൻ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. എന്നാൽ പോലും എല്ലാത്തിനും ആളുണ്ട്. ചെറിയ തൊഴിൽ ഒരാളെ അന്വേഷിച്ചാലൊന്നും ഒരാൾക്ക് ആവശ്യമുണ്ട് 100 പേര് കുറേ അവിടെ അറ്റൻഡ് ചെയ്യും. അത്തരം നാട്ടിലാണ് ഇത്തരം പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ കിടക്കുന്ന ഒരു ഹൈന്ദവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നത്. ദുരഭിമാനികളാണ് ഹൈന്ദവരെല്ലാവരും തന്നെ, എല്ലാ ഗ്രൂപ്പും, എല്ലാ ജാതിയിൽപ്പെട്ട ഇപ്പോൾ നിലനിൽക്കുന്ന ജാതിയിൽപ്പെട്ട ഹൈന്ദവനും ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ട്. എല്ലാവരും നല്ല അഭിമാനബോധമുള്ളവരുമാണ്. ഹൈന്ദവ ബോധമുള്ളവർ അഭിമാനം ബോധിച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ആരും അറിയാത്തത് ആ ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടും അതിന് വേണ്ടത് ചെയ്യണം. അമ്പലത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 10 പേർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അവൻ എന്തെങ്കിലും തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കണം. ചെറുതെങ്കിലും ചെറിയ തൊഴിൽ 100 കണക്കിന് ആൾക്കാർ ഒന്ന് അറിയിച്ചാൽ മതി. എത്ര ശമ്പളം കുറവാണെങ്കിലും ആൾ വരും.
തൂമ്പം പണിക്ക് പോകുന്ന അഭിമാനിച്ചതാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് തൂമ്പപ്പണിക്ക് പോയ 1000 രൂപ ഇപ്പം കിട്ടുന്നുണ്ട്. അതിന് പോകുന്ന അഭിമാനിച്ചതാണ്. ദുരഭിമാനികളാണ് ഹിന്ദുക്കൾ. ഒരു നല്ല പങ്കും പിന്നെ അങ്ങ് നനഞ്ഞിറങ്ങും ചിലർ. ഹിന്ദുക്കളുടെ എല്ലാ ഗ്രൂപ്പും ആ അഭിമാനബോധമുള്ളവർ തന്നെയാണ്. ആർക്കും അത് കുറവില്ല. ഗതികേട് കൊണ്ട് ഇറങ്ങുന്നതാണ്. ഇത് മനസ്സിലാക്കി ദയവായിട്ട് ക്ഷേത്രങ്ങൾ കൊണ്ട് കണ്ടവാനും ധനമിറക്കുന്നവർ എന്തെങ്കിലും ഒരു സഹായം, ഒരു ട്രസ്റ്റ് എല്ലാ ക്ഷേത്രത്തിലും ഇതിൻ്റെ പേരിലും അല്ലെങ്കിൽ നാട്ടിൽ പലരും ചേർന്ന് എല്ലാ ജാതിയിൽ നിന്നും ഉള്ളവർ വേണമത് സംഭാവന ചെയ്യേ. അവർ ചെയ്യേണ്ടത് ചെയ്യട്ടെ. എല്ലാം കൂടെ 10-25 പേര് കൂടി ആലോചിച്ച് സഹായം ചെയ്യേണ്ടവർക്ക് ചെയ്യട്ടെ. ചുമ്മാ ഒരാൾക്ക് പൈസ കൊടുത്താൽ ആൾക്കത് വാങ്ങാൻ ഹിന്ദുവിൻ്റെ ഒരു പ്രകൃതം അങ്ങനെ. ചുമ്മാ ഒരാൾ കൊടുത്താൽ കഷ്ടപ്പെട്ട് ജീവിച്ചാലും കൈപ്പറ്റുകയില്ല. 90% ഹിന്ദുവും ദുരഭിമാനികളാണ്. അവരെ കഷ്ടപ്പെട്ട് അരി വാങ്ങാൻ അന്നേരം കഴിയാവുള്ള അരി വാങ്ങാൻ കാശില്ലാത്തവരും ഒരാളുടെ 1000 രൂപ അത് കണ്ടുകൊണ്ട് ഒന്ന് കൊടുത്തു നോക്കി വാങ്ങുകയില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതുണ്ടെന്ന് പറയും. അത്ര ദുരഭിമാനമാണ്. അഭിമാനബോധം അത്രയുണ്ട്. നല്ലതുമാണ്. പക്ഷേ അവർക്ക് ഒരു ചെറിയ കാര്യത്തിലെങ്കിലും തൊഴിൽ കൊടുക്കണം. ഒരു ചെറിയ തൊഴിൽ എന്തെങ്കിലും ആട്ടെ. ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് അവിടെ. തിരി വേണം, എണ്ണ വേണം, അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനോ അത് പാക്ക് ചെയ്യാനോ അത് മുഖേന കുറച്ച് പുറത്ത് വിൽക്കാനോ ഒക്കെ സാധിക്കും. എള്ള് മൊത്തം എടുത്ത് ആട്ടി എണ്ണ എടുത്ത് വിറ്റ് ജീവിക്കുന്ന ഒരു ധാരാളം പേരുണ്ട്. എള്ള് മൊത്തം എടുക്കുക, എടുത്തിട്ട് കുറേ ഏറെ എടുത്തിട്ട് അത് അവിടെ ഏതെങ്കിലും അറിയാവുന്ന വിശ്വാസമായ മില്ലിൽ കൊടുത്ത് ആട്ടിയെടുക്കും. എന്നിട്ട് അത് കുപ്പിയിലാച്ച് ഒന്നും ചേർക്കാതെ ക്ഷേത്രത്തിൻ്റെ ആ പരിശുദ്ധി നിലനിൽക്കാൻ വേണ്ടി ക്ഷേത്രത്തിന് കൊടുക്കും, ആൾക്കാർക്കും കൊടുക്കും. നല്ല എണ്ണയാണിത്. വീട്ടു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം. അതിൽ നല്ല ലാഭമുണ്ട്. അതുപോലെ എന്ത് ജോലിയും ചെയ്യാം നമുക്ക്. പൊറാട്ട ഉണ്ടാക്കി ദിവസവും കൊണ്ട് വീട്ടുകാരാവശ്യപ്പെടും. എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഇത്ര 500 ബെറോട്ട വേണം. 500 ബെറോട്ട തലേദിവസം 3-4 പേര് കൂടിയിരുന്ന് ബെറോട്ട അടിച്ച് നേരം വിളങ്ങുമ്പോൾ റെഡിയാണ്. ഹോട്ടലുകാരില്ല, ഒരു 2-3 ഹോട്ടലെങ്കിലും ചെറുതായാലും മതി. ഹോട്ടലിന് സപ്ലൈ ചെയ്യുക. വെളുപ്പിനെ കൊണ്ട് ഏൽപ്പിക്കണം. 7 മണിയാകുമ്പോൾ മുതൽ ആൾക്കാർ ചായ കുടിക്കാനൊക്കെ വരും. ഇതുപോലെ എന്തെല്ലാം കിടക്കുന്നു. ഇതൊക്കെ ചെയ്യാനൊരു മൂലധനമില്ലാഞ്ഞിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ജോലി കൊടുക്കാമെങ്കിൽ എത്രയോ നല്ലതാണ്. ദയവായിട്ടിത് ഒന്ന് പരിഗണിക്കാൻ ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. ക്ഷേത്രത്തെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുത്ത് അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ കള്ളത്തിനും പഠിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്.